ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അങ്ങ് അയക്കാം. അപ്പോൾ എന്നെ ഒറ്റയടിക്ക് കാര്യങ്ങൾ നടക്കും. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ ആരെങ്കിലും കയ്യിൽ 5-ന്റെ നോട്ട് ഉണ്ടെങ്കിൽ അത് എനിക്ക് തരണം. എൻ്റെ പഴയ കറൻസി കളക്ഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു. അതെ പ്രകാശ്, പ്രകാശിൽ ഈ 5-ന്റെ നോട്ടുണ്ടോ പ്രകാശ്? ഏത് പഴയ കാലത്തെയാ? ആ, പുതിയതില്ല. പഴയ 5-ന് പകരം നിനക്കൊരു പുതിയ പിടയ്ക്കുന്ന 500-ന്റെ നോട്ട് തരാം. എന്നാ വെച്ചോ. അയ്യോ, 500-ന്റെ നോട്ട്? അത് നിങ്ങളുടെ കൈയുണ്ട്? ഇത് എന്നാ സംഭവം? നിനക്ക് വെറുതെ തരുന്നതല്ല. ആ, നാളെ മറ്റേ ബോംബെക്കാർ വരത്തില്ലേ? ഓ, അപ്പൊ ചെലവിന്റെ ആവശ്യത്തിന് വേണ്ടിയാ. ഇത്രയും വലിയ ഡീൽ നടക്കുമ്പോൾ അതിന് 500 രൂപയാണോ പ്രകാശ് തന്നത്? ഡീല് തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഡീല് നടന്നു കഴിയുമ്പോൾ നിനക്ക് ഞാൻ 5000 അതിൽ കൂടുതലോ ഒക്കെ തരും. ആരും തരും. നാളെ അവര് വരുമ്പോ ഞാൻ എന്നെ പറയൂന്നുള്ളതാണ്. നിന്നെ കൊണ്ട് ഈസി ആയിട്ട് പറ്റൂടാ. അല്ല, ഞാൻ ചോദിക്കട്ടെ പ്രകാശ്, നിങ്ങളുടെ അമ്മ കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞ് പ്രതിഷേധമായിട്ടിരിക്കുവാണല്ലോ, ആ കേസ് എന്നാ പറ്റി? അയ്യോ, അത് പറഞ്ഞ ഭയങ്കര കോമഡിയാ. അമ്മാവൻ ഇവിടെ കല്യാണം ക്ഷണിക്കാൻ വന്നു. അപ്പൊ അമ്മയെ സെപ്പറേറ്റ് ആയിട്ട് ചെന്ന് കല്യാണം വിളിച്ചില്ല എന്നുള്ളതിന്റെ പ്രതിഷേധമാണ് അമ്മയ്ക്കുള്ളത്. എന്തൊക്കെ കാരണവും പ്രശ്നങ്ങളാണ് ഉണ്ടാക്കണതില്. ഇതിനൊക്കെ വലിയ കോമഡി എന്താണെന്നറിയാം? ഈ പ്രശ്നത്തിന് നമ്മുടെ ബുദ്ധിരാക്ഷസി പുഷ്പ ഒരു സംഭവം ഉപദേശിച്ചു. അതെന്താ കേക്കട്ടെ. ഞാൻ അമ്മാവനെ വിളിച്ചിട്ട് പറയണം, അമ്മാവ അമ്മയെ കല്യാണം സെപ്പറേറ്റ് ആയിട്ട് വിളിക്കാത്തതുകൊണ്ട് അമ്മ കല്യാണത്തിന് വരില്ല. അപ്പം അമ്മാവൻ ഈ കല്യാണത്തിന്റെ തലേന്ന് നേരെ അമ്മയെ വന്ന് കണ്ട്, അമ്മ അങ്ങനെ വിചാരിക്കരുതേ പെങ്ങളെ, കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പൊ അങ്ങനെ നാളെ പെങ്ങള് അങ്ങോട്ട് പോകും കല്യാണത്തിന്. എങ്ങനെയുണ്ട്? ഇതിനകത്ത് എന്തോ ഇതിനകത്തും ചിരിക്കാതിരിക്കണേ? ചേച്ചി പറഞ്ഞ ന്യായമായിട്ടുള്ള കാര്യമല്ലേ ഇത്? എന്താ നാളെ കല്യാണമായിട്ട് ഇന്ന് അമ്മാവൻ അവിടുന്ന് പറഞ്ഞു വന്ന് കല്യാണം വിളിക്കണം? ഈ കുടുംബത്തിൽ ആർക്കും വെളിവില്ലേ? എന്റെ പ്രകാശ്, ഞാൻ അമ്മാവൻ വരേണ്ട കാര്യമുണ്ടോ? നമ്മളതുപോലെ ഒരു ഫോൺ ആരെങ്കിലും എടുത്തിട്ട് നമ്മൾ മാറി നിന്നിട്ട് അമ്മയെ ഫോൺ വിളിക്കണം, അമ്മാവൻ വിളിക്കണ പോലെ. അപ്പൊ അമ്മാവൻ ഈ വിഷയം അറിയോ ഇല്ല, അമ്മയ്ക്ക് സന്തോഷമാവും. അളിയാ, നീ ചില്ലറക്കാരനല്ല കേട്ടാ. ആൾതാമസം വേണം തലയില്. ബുദ്ധിരാക്ഷസനാ. പിന്നല്ലാതെ. നല്ല വെയിലത്ത് ഇറങ്ങി നടക്കരുതേ, ചോർന്നു പോകും. ഈ ബുദ്ധി നാളെ ഇറക്കിയാ മതി ഇന്ത്യക്കാർക്ക്. നാളെ ഞാൻ എന്നാലും തകർക്കും. അതൊക്കെ ഞാൻ, എന്റെ ഹിന്ദി നിങ്ങൾ നാളെ വന്നാ കേൾക്കാം. ഒന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് സത്യത്തിൽ. ഈ കല്യാണം ആയതുകൊണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഈ ബോംബെക്കാരെ കാണാൻ നിന്റെ കൂടെ വന്നേനെ. ഒരുപാട് അങ്ങ് പറഞ്ഞ് അങ്ങ് ഷൈൻ ചെയ്ത് കയറല്ലേ. ഇതൊക്കെ പുഷ്പം പോലെ ഞാൻ ഡീൽ ചെയ്യരുത്. നീ ഡീൽ ചെയ്ത് ചെയ്യുമ്പോണ്ടല്ലോ അവര് ഹിന്ദി ഉപേക്ഷിക്കും, പിന്നെ അവര് മലയാളമേ സംസാരിക്കുള്ളൂ. വരാനും പറ്റില്ല, എന്നിട്ട് ആളെ വടിയാക്കാൻ വേണ്ടിട്ട്. ആദ്യം എഴുന്നേക്ക്, അമ്മയെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറയണ്ടേ. നീ തന്നെ വിളിക്കൂടെ? അതൊക്കെ ഞാൻ വേറെ നമ്പറിൽ മിമിക്രി പോലെ ചെയ്യണേ. കല്യാണം വിളിച്ച അന്ന് മുതൽ ഞാൻ പറയാൻ തുടങ്ങിയതാ, എനിക്കൊരു പുതിയൊരു സാരി മേടിച്ചാൽ. അവിടെ എല്ലാവരും നല്ല ഫാഷൻ സാരിയൊക്കെ ആയിരിക്കും ഉടുത്തിട്ട് വരുന്നുണ്ടാവുക. ആ മാത്രം ഉണ്ട് ഇങ്ങനെ കോട്ടൺ സാരിയും അതും ഇതൊക്കെ ഉടുത്തിട്ട് പോകണം. എന്ത് നാണക്കട ഇതൊക്കെ. അല്ല, അലക്കുവാ ചെയ്യുന്നത്, നമുക്കൊക്കെ മനസ്സിലാവുന്നില്ല. ഇതും കൂടെ ഒന്ന് തേച്ചു തരുമോ? നീ കഴിയില്ലേ? തേച്ചൂടെ? അമ്മ അച്ഛന്റെ മുണ്ട് ഷർട്ടൊക്കെ തേക്കുന്നുണ്ടല്ലോ, അതിനൊന്നും കുഴപ്പമില്ല. അച്ഛൻ എന്റെ ഭർത്താവല്ലേ, അതുകൊണ്ടല്ലേ തേച്ചു കൊടുക്കുന്നേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, എന്നെ കെട്ടിച്ചു വിടും. എന്തിനാടി എവിടെയോ കിടക്കുന്ന ചെക്കന്റെ ജീവിതം നശിപ്പിക്കുന്നേ? അതല്ല, എന്നെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ എന്റെ സാരി എന്റെ എല്ലാ സാധനങ്ങളും പുള്ളി തേച്ചോളൂല്ലോ. അപ്പൊ എന്റെ മോള് കല്യാണം കഴിക്കുന്നത് ചെക്കനെ കൊണ്ട് പണിയെടുപ്പിക്കാനാ? പിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നത് അവൻ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനാണോ? കല്യാണം കഴിപ്പിക്കുന്നില്ല എന്റെ മക്കളെ, പോരെ? അങ്ങനെ പറയരുത്. അല്ല, അങ്ങനെ പറയത്തുള്ളൂ. എന്റെ കൂടെ തേച്ചതാ. എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞില്ലേ? തേച്ചതാ നോക്കിക്കൊണ്ടിരിക്കുന്നേ. ഇത് എന്നെ തേച്ചിട്ട് എന്റെ കൈ അങ്ങ് വേദനിച്ചു. എന്തുവാ കാണുന്നില്ലേ? തേച്ചിട്ട് ഇവിടെ വരെ ചുളിവ്, ഈ കോട്ട സാരി ചുളിവ് പോകുന്നുണ്ടാ? എന്നാ ഞാൻ എവിടെ തപ്പി നടന്നു, അമ്മേനെ കണ്ടില്ല. എന്താ എനിക്കും തുണി തേക്കാറുണ്ടാ? അതിനവൻ കല്യാണത്തിന് വരുന്നില്ലല്ലോ. അത് അവനാ തീരുമാനിക്കുന്നത്, ഞാനല്ലേ തീരുമാനിക്കുന്നത്? ഞാനാ തീരുമാനിക്കുന്നത്. അറിയാത്ത ആളുടെ കല്യാണത്തിന് വരാൻ എനിക്കൊന്നും വേണ്ടത്തില്ല. എടാ, ഞങ്ങൾക്കും അറിയാത്ത ഒരാളാണല്ലോ, ഞങ്ങൾ പോകണ്ടല്ലോ കല്യാണത്തിന്. നിനക്ക് എന്താ ഇത്രയ്ക്ക് പ്രശ്നം? നിനക്കൊന്നും നാണോ മാനോ ഇല്ലല്ലോ, അപ്പൊ നീയൊക്കെ പോകും, ഞാൻ വരൂല. നിനക്കട നാലും മാനും ഇല്ലാത്ത കുട്ടമ്മാവനെ നിങ്ങളെ നന്നായിട്ട് അറിയില്ലേന്ന്? നിങ്ങൾക്കല്ലേ അറിയാത്തത്? ഇങ്ങനെ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയുന്നത്, അല്ലാണ്ട് ഫോണും ചോണ്ടിരുന്ന് അറിയത്തില്ല. ഞാൻ ഒന്നും വരത്തില്ല, എനിക്കൊന്നും വയ്യ കുട്ടമ്മാവന്റെ കല്യാണത്തിനൊന്നും. അവനെ 5 രൂപ തൊട്ട് കൊടുത്ത് 50 രൂപ വാങ്ങാൻ പറ്റത്തില്ലല്ലോ കല്യാണത്തിന് വന്നു കഴിഞ്ഞാ. അതാ പ്രശ്നം. നീ ആ വേണുക്കുട്ടന്റെ വാക്ക് കേട്ടിട്ട് നടക്കുക? വേണുവങ്ങളോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞേ, അല്ലാതെ വേണുവങ്ങൾ ഇങ്ങോട്ടൊന്നും അല്ല പറഞ്ഞു. അവൻ എന്നോട് 2 നോട്ട് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് 5 രൂപയുടെ. ആടാ ചതിയ വേണുവങ്ങൾ. അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാ?
ഇന്ന് ഞാൻ ശരിയായി കൊടുക്കാം. ഡാ, പെട്ടെന്ന് റെഡി ആവണേ. സൗകര്യമില്ല. സ്വഭാവം അറിയാം നീ. എടി, അവനെന്തിനാ റെഡി വേണുകൂട്ടനെ ശരിയാക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോയത്? ആ വേണമെങ്കിൽ അവനെ തേച്ചിട്ടുണ്ടാവും.